നമുക്കറിയാം ഏത് ബിസിനസ്സും സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നല്ലൊരു മാനേജ്മെന്റ് ആവശ്യമാണ് അല്ലേ? അപ്പൊ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഏതൊരു മോശം ഐഡിയ എന്ന് പറയുന്നില്ല, ഏതൊരു ചെറിയ ഐഡിയയെ പോലും ഒരു ബ്രാൻഡ് സക്സസ് ആക്കി മാറ്റാൻ കഴിയും. അപ്പൊ ഒരു മാനേജർമാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മാനേജ്മെന്റിന് അവരുടെ ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്പേഴ്സുകൾ ആവശ്യമാണ്. എത്രത്തോളമാണ് പ്രൊഡക്ഷന്, കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് എത്രത്തോളമായിരുന്നു ഇതിന്റെ സെയിൽസ്, എത്രത്തോളമാണ് ഇതിന്റെ കോസ്റ്റ് ആവുന്നത്. അങ്ങനെയുള്ള നമ്പേഴ്സുകളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എത്ര പ്രൈസ് ഇട്ട് അല്ലെങ്കിൽ എത്ര പ്രൈസ് നമ്മുടെ പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്മുടെ മാർക്കറ്റിന്റെ സ്കോപ്പ് എത്രത്തോളമാണ് എന്നെല്ലാം മനസ്സിലാക്കാനും നമ്മളെ പ്രൊഡക്റ്റിന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിലെ പൊട്ടൻഷ്യൽ എത്രത്തോളം എന്ന് ഫിക്സ് ചെയ്യാനും അതിലൂടെ ഒരു സക്സസ്ഫുൾ ബിസിനസ്സിലേക്ക് എത്തിച്ചേരാനും നമ്മളെ മാനേജ്മെന്റിന് സഹായിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പോണൻഷ്യൽ കോമ്പോണന്റുകളെ അവരുടെ തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ എസ്പെഷ്യലി കോസ്റ്റിനെ പറ്റിയിട്ടും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകളുടെ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡേറ്റകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്? ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം? ബിസിനസ് മാനേജ്മെന്റ് എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് നമ്മൾ എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു സബ്ജക്റ്റ് സ്റ്റഡി ചെയ്യണം? അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളുടെ കോസ്റ്റുകളെ അതായത് കമ്പനിക്കുള്ളിൽ നടക്കുന്ന കോസ്റ്റുകളെ അസർട്ടൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോ നമുക്കറിയാം കമ്പനിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ വ്യത്യസ്ത തരത്തിലുള്ള കോസ്റ്റ് അടക്കാറുണ്ട് അല്ലെ? എസ്പെഷ്യലി നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് പ്രധാനമായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റോ സർവീസോ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ്. അപ്പോ അല്ലാത്ത സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവ ഓൾറെഡി പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. പിന്നീട് അഡീഷണൽ കോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അത് അവരുടെ പ്രൈസ് ഫിക്സേഷൻ നടക്കും. പക്ഷെ അവരുടെ കോസ്റ്റ് അക്കൗണ്ടിങ് അത്ര, അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് നടത്തുന്ന സാധനങ്ങൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിയിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്ന ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ട്രേഡേഴ്സിന് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ആ ഒരു ഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സർവീസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ പബ്ലിക്കിന് വിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സിലേക്ക് നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കോസ്റ്റുകൾ നമ്മൾ വഹിക്കുന്നുണ്ടാവും തുടക്ക സമയത്ത്. പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽ മേടിക്കുന്നതിനാണെങ്കിലും, പ്രൊഡക്റ്റിന്റെ ലേബർ അല്ലെങ്കിൽ ഈ പറയുന്ന വർക്കേഴ്സിന്റെ ചാർജ് ആണെങ്കിലും, ഒപ്പം തന്നെ ഓഫീസ് എക്സ്പെൻസുകളുണ്ട്, സെയിൽസ് എക്സ്പെൻസുകളുണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസുകളുണ്ട്, അങ്ങനെ ഫാക്ടറി എക്സ്പെൻസുകളുണ്ട്. അങ്ങനെ വ്യത്യസ്ത എക്സ്പെൻസുകൾ ഇതെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത കോസ്റ്റുകളുണ്ട്. ഈ കോസ്റ്റുകൾ പ്രോപ്പറായിട്ട് അസർട്ടൈൻ ചെയ്ത് അതിനെ കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ പ്രൊഡിക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതിന് നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ മാർക്കറ്റിന്റെ ലാഭവും നഷ്ടവും ഇതൊക്കെ എല്ലാം പരിഗണിച്ചുകൊണ്ട്, ഒപ്പം തന്നെ നിലവിൽ തന്നെ നമ്മളുടെ കമ്പനിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കോസ്റ്റുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് തീരുമാനിക്കുക. പിന്നീട് ഈ പ്രൊഡക്റ്റിന്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, പ്രൊഡക്റ്റിൽ എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ടാവുന്നുണ്ടോ എങ്കിൽ അത് കണ്ടെത്തുക. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മേജർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോസ്റ്റുകളെ കണ്ടെത്തി അതിൽ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും, അങ്ങനെ ഈ പറയുന്ന വേസ്റ്റേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും, അങ്ങനെ കോസ്റ്റുകളെ പരമാവധി ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കി നമ്മളുടെ മാർക്കറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ, അപ്പൊ നമ്മളുടെ കോസ്റ്റ് കുറയ്ക്കുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടും, നമ്മളെ പ്രോഫിറ്റിന്റെ ആ ഒരു മാർജിൻ നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലെങ്കിൽ മാനേജ്മെന്റിന് അത്തരത്തിലൊരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഡേറ്റ എങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെന്റ് അവരുടെ ഡിസിഷൻ മേക്കിംഗ് സമയത്ത് ഇപ്പൊ എന്താണ് അടുത്ത പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ പുതിയൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവരണമോ എന്ന് ചിന്തിക്കുന്നതിന് പോലും ഈ പറയുന്ന ഡേറ്റകൾ ആവശ്യമാണ്. കാരണം കഴിഞ്ഞ പാസ്റ്റ് ഇയേഴ്സിൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ മേൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പുതിയ ഡെവലപ്മെന്റുകൾ ഒരു തരത്തിലുള്ള പ്രോഫിറ്റും ഉണ്ടാക്കിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലും കോസ്റ്റ് കുറയ്ക്കുന്നില്ല, കമ്പനിക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ പറയുന്ന തരത്തിൽ നമ്മളുടെ പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നുകൊണ്ടോ അല്ലെങ്കിൽ കോസ്റ്റിന്റെ വേസ്റ്റുകൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടോ കാര്യമില്ല. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ കോസ്റ്റിനെ കുറയ്ക്കാൻ കഴിയണം, അതേപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആവണം, അത് ക്വാളിറ്റിയെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ അത് ഓൺ ടൈം ആയിരിക്കണം, പ്രൊഡക്ഷനും എല്ലാം കറക്റ്റ് സിങ്ക് ആയിരിക്കണം ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് പല തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകൾ വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ കോസ്റ്റിനെ പറ്റിയിട്ടുള്ള നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീം പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിന്റെ പ്രോസസ്സിലാണ്? ഈ പറയുന്ന പോലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും 4 ബ്ലോക്കുകളാണുള്ളത്. ആ 4 ബ്ലോക്കിലും പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത്, ഫസ്റ്റ് ബ്ലോക്കിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ബ്ലോക്കാണ് ഈ ഒരു ഫസ്റ്റും സെക്കൻഡും ബ്ലോക്ക്. അപ്പോൾ എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് അതിന്റെ സ്കോപ്പ്, ഓക്കെ, ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് കോസ്റ്റ് അക്കൗണ്ട് ഉപയോഗിക്കാൻ കഴിയും, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ നൽകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് യൂണിറ്റ് നൽകുന്നത് ഈ കോസ്റ്റിന്റെ ഒരുപാട് നമ്മൾക്കറിയാലോ, നമ്മൾ ABCD അക്ഷരമാലയൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള ABCD ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഈ പറയുന്ന ലെറ്റേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ സബ്ജക്ട് ഏരിയ പഠിക്കുന്ന സമയത്ത് അതിന്റെ ബേസിക് കൺസെപ്റ്റുകൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഫർദർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കോസ്റ്റിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടെർമിനോളജികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടേംസുകൾ, അതിന്റെ യഥാർത്ഥ മീനിങ് എന്തൊക്കെയാണ്, ഓക്കെ, അതിന്റെ യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് അതിനെ അനലൈസ് ചെയ്യാനും ഈ പറയുന്ന പോലെ കോസ്റ്റിംഗിലേക്ക് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തരുന്ന ഒരു ഏരിയയാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയാം. ഇനി അടുത്ത സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ അല്പം കൂടി എത്തുന്ന വിശാലമായിട്ട് അതിന്റെ ഒരു ഫർദർ അപ്ഡേഷൻ എന്ന പോലെ എന്താണ് ബേസിക് കൺസെപ്റ്റുകളിൽ തന്നെ പറയുന്നത് എന്താണ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് പർച്ചേസ് ആണ്. അപ്പോൾ അതിന്റെ ഒരു പ്രൊഡക്റ്റിനെ നമുക്കറിയാലോ, റോ മെറ്റീരിയൽ വാങ്ങണം, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യണം, അതിനെ സ്റ്റോർ ചെയ്യണം, അതിനെ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ അവിടെ ഒരു കണക്കെഴുത്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ സ്റ്റോറിൽ എത്ര സ്റ്റോക്ക് വന്നിട്ടുണ്ട്, എത്ര സ്റ്റോക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു നമ്മൾ സ്റ്റോക്ക് ലെവൽ കൃത്യമായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിലുള്ള ഇഷ്യൂസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. കാരണം സ്റ്റോക്ക് ലെവൽ കൃത്യമായി കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രൊഡക്ഷൻ പ്രോസസ് എന്താവില്ല, ഒരു ഡിസ്കണ്ടിന്യൂ ആവും. അതായത് സമയത്ത് ഗുഡ്സ് എത്തിയില്ല അല്ലെങ്കിൽ സമയത്ത് റോ മെറ്റീരിയൽ എത്തിയില്ല എന്നെങ്കിൽ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഈ പറയുന്ന ഇൻവെന്ററി കൺട്രോൾ, അപ്പൊ ഇൻവെന്ററിയെ എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോക്ക് നമ്മൾ പറയാം. അപ്പോൾ ഇൻവെന്ററികളെ കൃത്യമായിട്ട് സ്റ്റോക്ക് ചെയ്യണം. അപ്പോൾ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ട്സ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊന്ന് പ്രൈസിംഗ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. നമ്മൾ ഇതിന് മറ്റു പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ സ്റ്റോർ റൂമിൽ വന്ന മെറ്റീരിയലിനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുമല്ല, ഞങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റോ മെറ്റീരിയൽ ഇത്ര ക്വാണ്ടിറ്റി വെച്ച് ആവശ്യമുണ്ട് അടുത്ത പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട പ്രൈസ് എങ്ങനെയാണ്, അതിന്റെ ഒരു കാൽക്കുലേഷൻ ആ സ്റ്റോർസ് ലെഡ്ജറിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 6ലേക്ക് വരുന്ന സമയത്ത് ലേബറിന്റെ, അതായത് നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന്റെ അകത്തുള്ള 3 എലമെന്റുകൾ ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലായിട്ട് പഠിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിലായിട്ട് പഠിക്കും. അതായത് അതിലൊന്ന് മെറ്റീരിയലാണ്, ലേബർ ആണ്, എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇത് മൂന്ന് എലമെന്റുകളാണ്. അപ്പോൾ ഈ 3 എലമെന്റിൽ സെക്കൻഡ് എലമെന്റ് ആണ് ലേബർ അല്ലെങ്കിൽ ഈ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ വർക്കേഴ്സിന് കൊടുക്കുന്ന കൂലി. അപ്പോൾ ഈ ലേബർ ചാർജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കോസ്റ്റ് ആണ്. അപ്പോൾ ലേബേഴ്സിന് ചാർജ് കൊടുക്കുന്ന രീതി, വ്യത്യസ്ത പേയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ലേബേഴ്സിന്റെ പേയ്മെന്റ് എന്തൊക്കെയാണ്, അപ്പോൾ അതിന്റെ ലേബേഴ്സിന്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വേജ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നീട് അതിനുശേഷം നമ്മൾ അക്കൗണ്ടിങ് ഫോർ ലേബർ അല്ലെങ്കിൽ അവരുടെ
ഈ പറയുന്ന ലേബർ ചാർജ് അക്കൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ലേബർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി അത് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് സ്ട്രീം അല്ലെങ്കിൽ വ്യത്യസ്ത പോളിസികളുണ്ട്. വ്യത്യസ്ത ബോണസ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സാലറി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ലീവ് പേ കൊടുക്കുന്ന സ്ഥലത്തിനാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്നായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഓവർ ഹെഡുകൾ, അതായത് നമ്മൾ മെറ്റീരിയൽ പറഞ്ഞു, ലേബർ പറഞ്ഞു, ഇനി എക്സ്പെൻസുകളാണ്. എക്സ്പെൻസുകളുടെ മറ്റൊരു പേരാണ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ മറ്റൊരു പേരാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുക. അപ്പൊ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രമേ അതിനകത്ത് പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന പോലെ തുടക്കത്തിൽ ആദ്യമേ എക്സ്പെൻസുകൾ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യമേ കോസ്റ്റുകളെ പരിഗണിക്കുന്നത് ഡയറക്റ്റ് കോസ്റ്റുകളാണ്. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് എന്ന് പറയുന്നത് ഓവർ ഹെഡ്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എങ്ങനെ ചില എക്സ്പെൻസുകളൊക്കെ കോമൺ ആയിട്ടുള്ള വരാറുണ്ട്, അല്ലെങ്കിൽ ചില എക്സ്പെൻസുകളൊക്കെ കോമൺ ആയി സംഭവിക്കാറുണ്ട്, ഫാക്ടറി മൊത്തം സംഭവിക്കാറുണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര കൊടുക്കണം, എന്ത് അടിസ്ഥാനത്തിൽ അതിനെ വീതിക്കണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പറയുകയാണെങ്കിൽ മൊത്തം ഒറ്റ കറണ്ട് ബില്ലായിരിക്കും വരിക. അപ്പോൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കോസ്റ്റ് അറിയണം, ഓരോ ഡിപ്പാർട്ട്മെന്റിലും സംഭവിച്ച കോസ്റ്റ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, അത് എങ്ങനെ ഭാഗിക്കണം, അതിനെ എങ്ങനെ ഈ പറയുന്ന പോലെ പാർട്ടീഷൻ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒക്കെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു മെത്തേഡുകളും മോഡുകളും ഒക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് ഇതെല്ലാം കോസ്റ്റിന് ശേഷം ഫൈനലി വ്യത്യസ്ത മേഖലകളിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് എന്താണ് മറ്റു തരത്തിലുള്ള ഓവർഹെഡുകളെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള മറ്റ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ഈ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രോപ്പർലി ഈ ഒരു തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ഓവർഹെഡ്സുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ എങ്ങനെയെല്ലാം കമ്പനിയിലെ കോസ്റ്റിംഗിന്റെ സമയത്ത് അല്ലെങ്കിൽ കോസ്റ്റ് കാൽക്കുലേഷൻ സമയത്ത് ട്രീറ്റ് ചെയ്യാം എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം വളരെ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും ഇതിനെ കൂടുതലായിട്ട് ഒരു ബ്ലോക്ക് തന്നെ ഇതിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് വ്യത്യസ്ത മെത്തേഡുകളാണ്. അതായത് ഏതൊക്കെ മെത്തേഡുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം നമുക്കറിയാം പല ഇൻഡസ്ട്രികളുണ്ട് നമുക്ക്. അപ്പൊ വ്യത്യസ്ത ഇൻഡസ്ട്രികളുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഇൻഡസ്ട്രികൾക്കും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന്റെ യൂസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫാക്ടറി അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് നടത്താൻ കഴിയില്ല. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റുകൾ വ്യത്യാസമുണ്ട്, മാത്രമല്ല അതിന്റെ ടൈമുകൾ വ്യത്യാസമുണ്ട്, അതിന്റെ കോസ്റ്റുകളുടെ എമൗണ്ട് വ്യത്യാസമുണ്ട്, ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊന്നും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ചിലതിൽ കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. അപ്പോൾ ഓരോ സ്ഥാപനങ്ങൾക്കും അതിന്റെ നേച്ചർ മനസ്സിലാക്കിയിട്ട് വ്യത്യസ്ത കോസ്റ്റിംഗ് ടെക്നിക്കുകൾ, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കോസ്റ്റിംഗ് ഡേറ്റകൾ നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് ഡേറ്റ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൽ 4th ബ്ലോക്കിൽ കംപ്ലീറ്റ്ലി വ്യത്യസ്ത മേഖലകളിൽ ഇൻഡസ്ട്രികളിൽ അപ്ലൈ ചെയ്യാനുള്ള കോസ്റ്റ് മെത്തേഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലൊന്ന് യൂണിറ്റ് കോസ്റ്റിംഗ് ഉണ്ട്, ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉണ്ട്, പ്രോസസ് കോസ്റ്റിംഗ് ഉണ്ട്. അതായത് വ്യത്യസ്ത പ്രോസസ്സുകളിലൂടെ നമ്മളുടെ പ്രൊഡക്റ്റുകൾ പോവുകയാണെങ്കിൽ ഓരോ പ്രോസസ്സിലും ഉള്ള എത്ര കോസ്റ്റുകൾ എത്ര ആയി എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊന്ന് ജോയിൻ പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും. നമുക്കറിയാം ഇപ്പൊ ഒരു പ്രൊഡക്റ്റിന് ഉപയോഗം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ ബൈ ആയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി വേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ആ വേസ്റ്റ് തന്നെ വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറാറുണ്ട്. ഇപ്പൊ നമ്മൾ പെട്രോളിയം പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ടാറാണ് അല്ലെ. ഈ ടാർ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ ബൈ പ്രൊഡക്റ്റുകളും ജോയിന്റ് പ്രൊഡക്റ്റുകളും ഉണ്ട്. ചിലപ്പോൾ രണ്ട് പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ട് പ്രൊഡക്റ്റുകൾ ഒരുമിച്ചായിരിക്കും അത് ഡിറൈവ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ മേക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് പ്രൊഡക്റ്റ് അവിടെ ഡിറൈവ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്തുള്ള കോസ്റ്റിംഗ് എന്തൊക്കെയാണ്. പിന്നീട് വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്കറിയാം. ഒരു പ്രൊഡക്റ്റ് അൺഫിനിഷ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിന്റെ വാല്യുവേഷൻ എങ്ങനെയായിരിക്കണം, അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കണം, അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റുമായിട്ട് മിക്സ് ചെയ്യണോ എന്നിങ്ങനെയൊക്കെയുള്ള എല്ലാ ഡിസ്കഷൻ നടക്കുന്നത് ആ ഒരു യൂണിറ്റിലാണ്. മറ്റൊന്ന് സർവീസ് കോസ്റ്റിംഗ് എന്നറിയാലോ. നമുക്കറിയാം പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ മാത്രമല്ല നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാറ്, നമ്മൾ സർവീസിനും കൊടുക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ സർവീസ് ആണ്, നമ്മൾ വർക്ക്ഷോപ്പിൽ സർവീസ് ആണ്, സെയിം ടൈമിൽ ഈ പറയുന്ന പോലെ ടെലികോം ഇൻഡസ്ട്രി എന്ന സർവീസ് ആണ്. അവിടെ എല്ലാം സർവീസുകളെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് അവർ തന്നെ
പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെർവർ സർവീസുകൾ റെൻഡർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർവീസുകളുടെ കോസ്റ്റ് അല്ലെങ്കിൽ സർവീസുകൾക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്ന് അറിയണം. അതിനനുസരിച്ച് അവർക്ക് ആ ഓരോ സർവീസിനും ഉള്ള ചാർജ് ഈടാക്കണം. അപ്പോൾ അതിനൊക്കെ ഈ സർവീസ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ റീകൺസിലേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡേറ്റ. ഇവിടെ ഫൈനലി നമ്മൾ എല്ലാ മെത്തേഡും കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റയും ഉണ്ടാവും, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഡേറ്റ ഉണ്ടാവും. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് മോർ ലൈക്ക് ആൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓൾറെഡി സംഭവിച്ച കോസ്റ്റിനെയാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ നമ്മളൊരു പ്രഡിക്ഷനോ എസ്റ്റിമേഷനോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് എത്ര കോസ്റ്റ് സംഭവിച്ചോ അതിനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല, മോർ ലൈക്ക് എ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഡേറ്റയാണ്, ഒരു അക്കൗണ്ടിങ് ഡേറ്റയാണ് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ നാളെ എത്ര കോസ്റ്റ് ആവണം, അല്ലെങ്കിൽ നാളെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര കോസ്റ്റ് മാത്രമേ ആവാൻ പാടുള്ളൂ എന്നിങ്ങനെ ഒരു പ്രീ ഡിറ്റർമൈൻ ചെയ്യുക, ഒരു പ്രഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ് മോസ്റ്റ്ലി നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഡേറ്റയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റയും തമ്മിൽ ഒരു റീകൺസിലിയേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ അതിന്റെ ഇവ തമ്മിലുള്ള രണ്ടിലും പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിലെയും പ്രോഫിറ്റിലേക്ക് നമ്മളുടെ ഈ കോസ്റ്റിന്റെ പ്രോഫിറ്റിലേക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡേറ്റയും പ്രോഫിറ്റിലേക്ക് വരുമ്പോഴേക്കും ചില സമയത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ മോസ്റ്റ്ലി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസത്തെ നമ്മൾ രണ്ടിന്റെയും പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായ പ്രോഫിറ്റ് ആണ്. അത് രണ്ട് പ്രോഫിറ്റ് അല്ല, ഏകദേശം ഒരു പ്രോഫിറ്റ് തന്നെയാണ്. കാരണം ഒരേ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നതും ഉണ്ടാക്കുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റുകളുടെ ഡേറ്റകൾ തമ്മിൽ ഒരു റീകൺസിലേഷൻ ഉണ്ടാക്കേണ്ടതുണ്ട്. എവിടെയാണ് മിസ്സായത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് പ്രശ്നം ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പരസ്പരം റീകൺസിൽ ചെയ്യാറുണ്ട്. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ തയ്യാറാക്കുന്നത് പോലെ ഈ പാസ്ബുക്കിന്റെയും ക്യാഷ് ബുക്കിന്റെയും വെച്ചുകൊണ്ട് നമ്മളുടെ ക്യാഷിന്റെ ആ ഒരു ഇംബാലൻസസിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന അക്കൗണ്ടുകളിലുള്ള ഇംബാലൻസസുകളെ ഒന്ന് റെക്ടിഫൈ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് പോലെ തന്നെയാണ് ഇവിടെ, എക്സാക്ട്ലി അതേ പ്രോസസ്സിൽ തന്നെയാണ് ഈ ഒരു കാര്യവും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഒരു മൈൻഡ് മാപ്പാണ്, അല്ലെങ്കിൽ റൂട്ട് മാപ്പാണ് നമ്മളുടെ ബ്ലോക്കിന്റെ. ഫസ്റ്റ് 2 യൂണിറ്റ് ഉണ്ടാവും, സെക്കൻഡ് ബ്ലോക്കിൽ ഏകദേശം 5 യൂണിറ്റ്സ് ഉണ്ട്, ശേഷം 4 യൂണിറ്റ്സ്, അതിനുശേഷം ഒരു വലിയൊരു ബ്ലോക്ക് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഈ ഓരോ ബ്ലോക്കിനും ഓരോ പർപ്പസ് ഉണ്ട്. അല്ലെങ്കിൽ ബ്ലോക്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിലാണ് ഇൻട്രൊഡക്ഷൻ ആണ്, സെക്കൻഡ് ബ്ലോക്കിൽ കൺസെപ്റ്റുകളുടെ ഓരോന്നിന്റെയും കൺസെപ്റ്റ് ബൈ കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അതേപോലെ തേർഡ് ബ്ലോക്കിലേക്കും മറ്റൊരു കൺസെപ്റ്റിനെ ഹോളായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഫോർത്ത് ബ്ലോക്കിൽ വ്യത്യസ്ത ടെക്നിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി ഫോർത്ത് ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക, ഈ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് ഉള്ളത്. അപ്പോൾ അതിന്റെ പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റോട് കൂടി നമ്മൾ അതിന്റെ പോസിബിലിറ്റി സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അറിയും. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ മറ്റു മെത്തേഡുകളെല്ലാം ഓരോന്നായി ഡിസ്കസ് ചെയ്യുകയും നിങ്ങൾക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ആ ക്ലാസ്സുകളുടെ സെഷൻസുകളെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വളരെ നല്ല രീതിയിൽ പഠിക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ ഒരു നേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബിസിനസ്സാണ് പഠിക്കുന്നത്, ബിസിനസിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇതിന്റെ എല്ലാം കാൽക്കുലേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പ്രിയോറിറ്റിയിൽ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുക. കാരണം ഇത് മോർ ലൈക്ക് എ ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ വളരെ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ ഒരു ബേസിക് സ്റ്റഡിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ഏറ്റവും പെർഫെക്റ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ ഇതിൽ എക്സ്പെർട്ടായി മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ as always I say never stop learning. Thank you.